അതെ, നമ്മുടെ ബ്രൂണക്കുട്ടൻ കാത്തിരിക്കണെന്ന്. എന്താണ് ബ്രൂണോ? കാലത്ത് കട്ടിയിൽ കഴിച്ചിട്ടാണ് ഇരിക്കുക. ബ്രൂണോ നമസ്കാരം പറഞ്ഞേ. പോവാ നമുക്ക് കനാലിൽ കുളിച്ചാൽ പോയല്ലോ. പോരണ്ട? കണ്ണടച്ച് കാണിക്കണ്ട പോരണ്ടെന്ന്. അയ്യോ, അതിൻ്റെ നീ ഇത് കഴുത്തിലത്തെ വട്ട അയച്ചു കളഞ്ഞില്ലടി. അത് അയച്ചു കളയാഞ്ഞു. അത് ലൂസാക്കിട്ടാന്ത്. ബ്രൂണോ കൂട്ടിലേക്കുമ്പോൾ നീ കഴുത്ത് ഇതായിട്ട് ഫ്രീ ആയിട്ട് ഇട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ ഇട്ടാ. ഞാൻ തരാം. എങ്ങനെയാന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞോടണ്ടേ. ഇപ്പം ചേച്ചി എൻ്റെ ചേച്ചിക്ക് തേങ്ങ തരാൻ വന്ന അടി. ബ്രൂണോ കാലത്ത് തന്നെ എന്താണ് ബ്രൂണോ എന്താ കഴിച്ചടാ പറഞ്ഞു? കൊള്ളിക്കഴുകി കഴിച്ചു കാലത്ത് തന്നെ. പിന്നെ ഒരു ദോശ ഉണ്ടായിരുന്നു. ദോശ പിന്നെ മാവ് കുറവായിരുന്നു. അപ്പോൾ ദോശ ഒന്നും കൊടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾ കപ്പ പുഴുങ്ങിണ്ടായി. കപ്പ വേറെ ആരും കഴിക്കില്ല. ഞാനും ബ്രൂണോ മാത്രമല്ല. ബ്രൂണോ ഇങ്ങടല്ല അവിടേക്കോട്. എന്താ ബ്രൂണോൻ്റെ കൊണ്ടുവരാട്ടാ. ബ്രൂണക്കുട്ടൻ്റെ കണ്ട കഴുത്തിൽ നിൻ്റെ കുടുക്കിയിട്ടിട്ടാണത്. ഇനി കൂട്ടിലാണ് എനിക്ക് കുഴപ്പമില്ല. കൂട്ടിലാണ് കഴുത്തിലെ വട്ടയുടെ ആവശ്യമില്ല. അതെ, അവൻ്റെ പുതപ്പം കാണിക്കലേക്ക് തണുക്കുമ്പോൾ വയ്ക്കാനുള്ളതാ. അങ്ങനെ ബ്രൂണോ അയ്യോടാ. അതേ ബ്രൂണോൻ്റെ കഴുത്തിൽ ഇതൊക്കെ പോകണ്ട. അതേ രോമം കൊഴിഞ്ഞോണ്ടാ. ബ്രൂണോയ്ക്ക് ചോറായിട്ടുണ്ട് കേട്ടോ. ചാളച്ചോറ് റെഡി ആയിട്ട് ചൂടാറിയിട്ട് തരാം കേട്ടോ. ഓ കണ്ട, അപ്പോഴേക്കാണ് വിശക്കണ കൂട്ടായിടുന്നത്. വിശക്കാൻ വഴിയില്ലാന്ന്. കപ്പടിച്ച് കയറിയിട്ടുണ്ട്. അത് കൊള്ളിക്കഴിഞ്ഞ് പുഴുകി നല്ല എന്നിട്ട് ഒരു നന്നായിട്ട് വേവണ ഒരു കപ്പ. വാപ്പ വരണ്ട, അങ്ങോട്ട് വരണ്ട. നിന്നെ ഇറക്കി കഴിഞ്ഞാലേ പിന്നെ നിന്നെ കിട്ടില്ല. നീ ഇങ്ങനെ ഓടി നടക്കും. എപ്പോഴും പോകണ്ട ബ്രൂണോ. പോയാലോ ഇന്ന് ബ്രൂണോൻ്റെ രശ്മി ചേച്ചി പോകണല്ലോ. ഇന്ന് പോണ്ട നീ ഒക്കെ പോയിട്ട് വരാം. അവനെ പുറത്തേക്ക് ഇറക്കി വിടാണ്ടേ. എനിക്ക് പുറത്തേക്ക് പോകാണ്ട് കേട്ടോ. കുറച്ച് ഞാൻ പോയി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കറങ്ങാൻ പോകട്ടാ. പുറത്ത് പോകണം. കുറച്ച് LIC ഇതൊക്കെ അടയ്ക്കാണ്ട് പോകണം. മുടങ്ങി കിടക്കുന്നതാണ്. LIC ഉണ്ട്. പിന്നെ സ്ലാബൊക്കെ പോയി നനയ്ക്കാനുണ്ട് അല്ലേ. ഇന്ന് പണിക്കാരില്ല ഇവിടെ. അപ്പോൾ ഒന്ന് നനയ്ക്കണം, അല്ലെങ്കിൽ അത് ക്രാക്ക് വീഴും. ബ്രൂണോ പോരണ്ട നീ. വാ, നീ വണ്ടി മിരിക്കണി പോ. കാറാണ് കൊണ്ടുപോകാഞ്ഞു. ഇതുമ്മ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ എങ്ങാനെടുത്ത് എനിക്ക് പേടിയാണ്. അവൻ ചേച്ചിയുടെ വണ്ടിയുമ്പോൾ ഫുഡ് ട്രസ്റ്റിൽ ഇരുന്ന് പോകും. ഫ്രണ്ടിലല്ലേ ഫുഡ് ട്രസ്റ്റില്ലേ, ഇതിൻ്റെ ഡിയോൻ്റെ അതിലവ ഇരുന്ന്. എനിക്ക് പേടിയാണ് സ്പീഡിൽ. ചിലപ്പോൾ വെയിറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വിട്ടും. ചിലപ്പോൾ വണ്ടി ഇട്ടൊറ്റ വീഴ്ച വീഴും അല്ലേ ബ്രൂണോ? ഇരിക്കണേ കള്ളച്ചക്ക ഇരിക്കണേ. ഏടാ വാ, അതിറക്കാണ്ടത് വാ. മുഖയേറ്റി പിടിച്ചിരിക്കണ്ടല്ലടാ. എന്ത് മുഖയേറ്റി പിടിച്ചിട്ടുള്ള ഇറക്കി വരാണ്ട. അങ്ങോട്ട് വാ എന്നാ പറയുന്നു. ഇതേ അയക്കുന്ന വരും. അയച്ചിട്ടോ ഓടി നടക്കാൻ. കണ്ട ആ കഴുത്തിൽ ഊരിടാതെ തന്നെയാണ് ഇത്. ഇപ്പോൾ കൂട്ടിലാവുമ്പോഴേ കഴുത്തിൽ ഊരിട്ട് കഴിഞ്ഞാൽ കുറേ ടൈറ്റിൽ കെട്ടുമ്പോൾ എനിക്ക് വേണം. ടൈറ്റിൽ കെട്ടിയിട്ടാണ് അതേ അതിൻ്റെ ഓമൊക്കെ പോയിട്ടുള്ളടാ. ബ്രൂണോൻ്റെ ശരിക്കും കഴുത്ത് കാണാൻ പറ്റുന്നുണ്ട്.
എന്നിട്ട് ബ്രൂണോ കളിക്കാൻ കെട്ടിയിരുന്നത് പന്ത് കെട്ടിയിരുന്നത് അല്ല വല്ല പമ്പരങ്ങനെ കെട്ടിയിടാം നിനക്ക് കറങ്ങി നോക്കിയിരിക്കാൻ. നീ ചെറിയ കുട്ടിയാടാ കളിക്കാൻ 3 വയസ്സായ ചെക്കനാ നിന്ന കളിക്കാനാണ് കെട്ടിയിട്ടുള്ളത്. വാ കളിക്കാൻ കെട്ടിയിട്ട് തരാനാണല്ലോ നിനക്ക്. ഇവരോടേക്ക് കാറ് മേടിച്ചെന്നാ കളിക്കാൻ കാറ് മേടിച്ചെന്നാ ഉത്സവത്തിന് മേടിച്ചാടാ. ഉത്സവത്തിന് മണലി അമ്പലത്തിൽ ഉത്സവത്തിന് മേടിച്ചാ നിനക്ക് കാറ് അല്ലെ ടിപ്പർ മേടിച്ച ടിപ്പർ. നീ ഇങ്ങനെ ഒറ്റിണ്ടക്ക് കാറാടാ ഇഷ്ടാണ്. ആ പന്ത് നിന്റെ പന്തിട്ട് തന്നെ കളിച്ചോ. ഞാൻ അടുത്തുണ്ടോ കേട്ടാ പന്ത്. ദേ ബില്ലി വേണ്ട, അതേ ബില്ലി നിന്റെ ബില്ലി കൂട്ടുകാരി ബില്ലി 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 കൂട്ടുകാരി അതവന്റെ കുറുമ്പുകാരനല്ലേ. പന്ത് മേടിച്ച് കളിച്ചേ അതിന്റെ ഉള്ളിൽ ബ്രൂണോ അതിന്റെ ഉള്ളിൽ കളിക്കാൻ മതിയാണ്. കളിച്ചേ വേണ്ട താത്ത കുണ്ട 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 അതവൻ്റെ പുതപ്പെടുത്ത് കളിക്കുന്നത്. തണുക്കുമ്പോൾ അവൻ്റെ പുതപ്പാണത് ബ്രൂണോൻ്റെ. പുതപ്പിടാ കുണ്ട 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 പുതപ്പെടുത്ത് കളിക്കാൻ. അതിൻ്റെ കഴുത്തിൻ്റെ അത് ശരിക്കും പോയിട്ട് അതിൻ്റെ രോമന്തൊക്കെ ഇതെവിടെ ഇട്ടുണ്ടത് കഴുത്തിലെ വട്ടയിലെ മുറുക്കിയില്ലേ പിന്നെ ഊരി പോവുകയും ചെയ്യും. ലൂസായിട്ടിട്ട് കാര്യമില്ല. എല്ലാവരും പറയും ബ്രൂണോനെ അയച്ചിട്ടാൽ പോരെയെന്ന് പറയാം. ബ്രൂണോനെ അയച്ചിട്ട് കഴിഞ്ഞാലേ അവൻ ഒരു സ്ഥലത്ത് നിൽക്കില്ല, അതാണ് കുഴപ്പം. പിന്നെ അവൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. പിന്നെ അകത്ത് കഴിച്ചിട്ട് ഞാൻ കുരുത്തക്കേടിന്. പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ അവൻ്റെ രോമം ഭയങ്കരമായിട്ട് കൊഴിയണം. രോമം കൊഴിയണാരേ എത്ര മരുന്നൊന്നും പറ്റിയിട്ടൊന്നും കാര്യമില്ല. വീണ്ടും പിന്നെ രോമം കൊഴിയണാരേ അകത്ത് അങ്ങനെ കൂടുതലിട്ട് കഴിഞ്ഞാൽ എത്ര അടിച്ചാലും പോവില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സും അടക്കം അവൻ്റെ ഇതുണ്ടാവും, രോമം ഉണ്ടാവും. അല്ലേ ബ്രൂണോ? കുട്ടാതെ വിശപ്പ് ഒരു ബിരിയാണി കൊണ്ടുവന്നാലോ ബ്രൂണോയ്ക്ക്? അവനിഷ്ടമാണ്. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടി കൊണ്ടുവന്ന് അപ്പം ചാടി കയറും. പരിശോധിക്കുന്നു, സഞ്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പരിശോധിച്ചാൽ നോക്കി മണെടുത്ത് അതിലെന്തോ നോക്കുന്നു. താത്ത കുട്ട അമ്മേ പന്ത് കളിക്കുന്ന പന്ത് കളിച്ച് പോയി കുറുക്കൻ്റെ കടിയിട്ട് വരുമെന്ന് ഞാൻ ഓർത്തിക്ക് വെച്ചിട്ട്. ഇവിടെ കിട്ടിയ കുറച്ചേരം കഴിയുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഇതുമ്മയൊക്കെ സിറ്റ് ഔട്ടിലെ കൊണ്ട് കിടത്തും. അകത്തേക്ക് ഫുള്ളകത്തേക്ക് ഇതാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല, രോമം കൊഴിച്ചിലാണ് മെയിൻ. കാരണം വേറെ ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നപ്പോൾ അയ്യോ എന്തോരം രോമം, അതെങ്ങനെ നിങ്ങളുടെ ഇത് ഉണ്ടെന്ന്. അതായത് ഇവൻ്റെ രോമം വാക്കം ക്ലീനർ തന്നെ എപ്പോഴെപ്പോഴും അടിച്ചോണ്ട് വരും. അയല വലിക്കാറില്ലാണ്ട് ആ ചൂല് വെച്ച് അടിച്ചിട്ട് പോകുന്നില്ല അത്. കുട്ടാ ബ്രൂണൻ എന്തൊരു പാവത്താൻ്റെ പോലെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ കണ്ട കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പാവത്തിൻ്റെ പോലെ. ഇപ്പോൾ കുഴപ്പമില്ല, ഇൻ്റർലോക്ക് ചൂടായി വരുമ്പോൾ എന്താവും. ഉച്ച സമയത്ത് മാത്രമേ ഈ സീറ്റ് ഇട്ടാണ് അവനെ ഞങ്ങൾ അവിടുന്ന്
കുറച്ച് നേരത്തിൻ്റെ തള്ളത്ത് കൊണ്ട് കെട്ടും. തള്ളത്ത് ചേർത്തേക്ക് നമ്മുടെ സെറ്റ് ഔട്ടിക്ക് മാറ്റുവാണ്. അപ്പോൾ നല്ല കൂളിംഗ് ഉണ്ട്, അവിടെ കിടന്നോളും. ബ്രൂണോ